അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 17ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 17ാമത്തെ പകലാണ്. അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ പകുതിയൊക്കെ വിട്ട് കടന്നു. രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ അവസാനത്തെ ദിനങ്ങളിലേക്ക് ഇങ്ങനെ അടുത്തെടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയൊക്കെ മൗലൂദ് ഓതിയിട്ടുണ്ട്, സ്വലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ പതിയെ മറന്നു തുടങ്ങി. അങ്ങനെയല്ല, റബീഉൽ അവ്വൽ 30 വരെ നമുക്ക് മൗലൂദ് ഓതാം, അതല്ലാത്ത സമയത്തും ഓതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ മൗലൂദ് പാരായണം ചെയ്യുക. മൗലൂദ് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ മൗലൂദ് ഓതുന്ന ഒരുപാട് പള്ളികളുണ്ട്, അൽഹംദുലില്ലാഹ്. സ്വലാത്തൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്, അത് മറക്കാതെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. കാരണം അള്ളാഹ് ചെയ്യുന്ന ഒരു വർക്കാണ്, അള്ളാഹിൻ്റെ മലക്കുകൾ ചെയ്യുന്ന ഒരു ജോലിയാണ്. അത് അവർ ജോലിയായി ഏറ്റെടുത്തിരിക്കുക. യുസല്ലൂന എന്നാണ് അള്ളാഹു പറഞ്ഞത്, മലക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മലക്കുകൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് സ്വലാത്ത്. ആ സ്വലാത്തൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയും ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി മക്കൾ നന്നാവാൻ, അതുപോലെ കടങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, ഇങ്ങനെ എത്രയോ ദുആ വസിയത്താണ്. നമുക്ക് കേൾവിയില്ലാത്ത പല രോഗങ്ങൾക്കും അടിമകളാണ് പല സഹോദരിമാരും സഹോദരങ്ങളും. അതുപോലെ നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്ന പല പ്രയാസങ്ങളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികളെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ അള്ളാഹുവിലേക്ക് അടുക്കുക, ദുആരക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഈ മഗ്രിബിന് ശേഷമുള്ള നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് മങ്കൂസ് മൗലിദിൻ്റെ ഓരോ ഹിക്കായത്തിന് ശേഷമുള്ള ബൈത്തുകൾ നമ്മൾ പാടിയിട്ട് നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് തുടങ്ങാറുണ്ട്. ഇന്ന് നമ്മൾ മങ്കൂസ് മൗലിദിൻ്റെ 5ാമത്തെ ഹിക്കായത്തിന് ശേഷമുള്ള 5ാമത്തെ ബൈത്ത്, ആ ബൈത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പാടിയിട്ട് നമുക്ക് ബാക്കി ദിക്റിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി كل الأنام بذكر مولد أحمدي. يا ربي صل على النبي محمدي منجي الخلائق من جهنم في غدي. جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي. يا ربي صل على النبي محمدي منجي الخلائق من جهنم في غدي. آياته والمعجزات كثيرة شهدت بصحتها عقول الحسد. يا ربي صل على النبي محمدي منجي الخلائق من جهنم في غدي. البدر شك بأمره والشمس إذ غربت له ردت بغير تردد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. والوحش والأشجار كالسجدت له وعليه كالسلمن بعد تشهدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. يا ربي صل على النبي محمد
منجي الخلائق من جهنم في غدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي أوصافه ما يمدهي تعدادها فالمدح يقصر عن بلوغ المقصد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي അൽഹംദുലില്ലാ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിനി നമ്മൾ ചൊല്ലുന്ന സാധാരണ ദിക്ർ, ആ ദിക്റും ഇച്ചിരി സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യത്തെ ദിക്റിലേക്ക് കടക്കാം. കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹ് പുറത്തു തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താൽ? ഈ ദിക്ർ പറഞ്ഞാൽ. ഏത് ദിക്ർ? പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വല്ലുമ്മമാര് വല്ലുപ്പമാരൊക്കെ അവർ സ്വന്തമായി പറയുകയും മക്കളെ കൊണ്ട് കൊച്ചുമക്കളെ കൊണ്ട് പേരക്കുട്ടികളെ കൊണ്ട് അവർ പറയിപ്പിക്കുകയും ചെയ്തിരുന്ന ദിക്റാണ്. അതെന്താ പറയാ, അതൊരു അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു വാചകമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ളതും അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്നതുമായ ഒരു ദിക്ർ പറഞ്ഞാലോ? ഒന്നിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് മുത്തുനബിയോട് സലാത്തും സലാമും പറയുന്ന രൂപത്തിലുള്ള ഒന്നാണ്. ഇൻഷാ അല്ലാഹ് ഇത് മഹത്തുക്കളായ മശായിഖന്മാർ അവരൊക്കെ എപ്പോഴും ചൊല്ലുന്ന ഒരു സ്വലാത്താണ്. നമുക്ക് ചൊല്ലിയാലോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറാനും നമ്മുടെ ഹൃദയം പ്രകാശിക്കാനും ഈമാൻ അധികരിക്കാനും ഒക്കെ ഈ സ്വലാത്ത് കാരണമാണ്. ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. സ്വലാത്തുൽ ഫാത്തിമി നമ്മളൊക്കെ ചൊല്ലുന്നതാണ്. വളരെ കുഞ്ഞു സ്വലാത്താൻ. ഫാത്തിമ ബീവിയൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്താൻ. ചൊല്ലിയാലോ? ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി
اللهم صل على النور وأهله اللهم صل على النور وأهله. അദദു സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിരവധി പ്രാവശ്യം, അതായത് 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെയാണ് ഈ സ്വലാത്തിന് ഇരട്ടി പ്രതിഫലം പറയുന്നത്. സാധാരണ മാസങ്ങളിൽ ചൊല്ലിയാൽ അങ്ങനെ, അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ചൊല്ലിയാൽ ഒന്നുകൂടി ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആ ഇരട്ടി പ്രതിഫലം ഒന്നിച്ചു വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും അക്ഷര പിശകുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന തരത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു കരുണാവാരിധിയാൻ പടച്ചവൻ പുറത്തു തന്ന് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണമെന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ ദുആയിൻ്റെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا
الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما لا إله إلا أنت سبحانك إني كنت من الظالمين أرحم الراحمين يا الله രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ തട്ടിക്കളയല്ലേ അല്ലാ അല്ലാഹുവേ ഒരുപാട് ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയവരാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ച് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് അല്ലാഹുവേ നിന്നെ പറ്റിക്കുന്ന അവസ്ഥ പോലും ഞങ്ങൾക്കുണ്ട് നീ പുറത്തു തരണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ ഉമ്മമാര് വാപ്പമാര് പലരും ഖബറിലാണ് നീ സ്വർഗമാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ ഭാര്യമാര് പലരും ഖബറിലാണ് അവർക്ക് നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ് അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ റഹ്മാനെ ഞങ്ങളുടെ പരിസരത്തുള്ള മഹല്ലത്ത് പള്ളികളുടെ പരിസരത്ത് ആരെല്ലാം മറമാടപ്പെട്ടിട്ടുണ്ടോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ ഈമാൻ തരണേ അല്ലാ ഇഖ്ലാസ് തരണേ അല്ലാ തഖ്വ തരണേ അല്ലാ ജീവിതത്തിൽ റഹ്മാനെ നിന്നെ സൂക്ഷിച്ച് ജീവിക്കാൻ നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ഇനിയുള്ള കാലം ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ റഹ്മാനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം റഹ്മാനെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ അല്ലാഹുവേ ദുഃഖങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ റഹ്മാനെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട് അവർക്കെല്ലാവർക്കും നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ റഹ്മാനെ പടച്ചവനെ മരണത്തിന് ശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ അല്ലാഹുവേ മണിക്കൂറുകളോളം ആരും പൊക്കിയെടുക്കാനില്ലാതെ റോഡിൽ അപകടപ്പെട്ട് കിടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ റഹ്മാനെ പടച്ചവനെ മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ അതിന് ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാ റഹ്മാനെ ഉപ്പമാരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് നീ കാണുന്നവനാണ് എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ ഉമ്മമാര് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ വിഷമ സങ്കടങ്ങൾ മാറ്റി തരണേ അല്ലാ ഉസ്താദേ 20 വർഷമായി എൻ്റെ മകൻ രോഗത്തിലാണ് 10 വർഷമായി എൻ്റെ മകൾ രോഗത്തിലാണ് ഇങ്ങനെ മക്കൾ രോഗത്തിലാണെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയ ഒരുപാട് കുടുംബങ്ങളുണ്ട് എല്ലാ മക്കളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ജനിച്ച് 4 മാസമായിട്ടുള്ളൂ മലദ്വാരത്തിൽ ക്യാൻസറാണ് ഉസ്താദേ എൻ്റെ മകൻ RCCയിലാണ് റഹ്മാനെ നീ ആ കുട്ടിക്ക് ശിഫ കൊടുക്കണേ അല്ലാ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേര് അവരുടെ കുടുംബം ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നീ ശിഫ കൊടുക്കണേ അല്ലാ ഈ ഇരിക്കുന്ന ആർക്കും ഞങ്ങൾക്ക് നീ ആർക്കും ക്യാൻസർ തരല്ലേ അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ കരൾ നീ കേടാക്കി കളയല്ലേ അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ പല ആളുകളും ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ശാരീരികമായി മാനസികമായി രഹസ്യമായ ഒരുപാട് രോഗങ്ങളുണ്ട് എല്ലാം നീ അറിയുന്നവനാണ് ഷാഫിയായ അല്ലാ കാഫിയായ അല്ലാ അയ്യൂബ് നബിയുടെ രോഗം നീ നിമിഷ നേരം കൊണ്ട് നീ ശിഫയാക്കി കൊടുത്തല്ലോ റബ്ബേ ഞങ്ങളുടെ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാ ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന
പോകുന്ന രോഗങ്ങൾ തന്ന് റഹ്മാനെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഉള്ള പൈസ മുഴുവനും വിറ്റുപിറക്കിയാലും ഞങ്ങളുടെ രോഗം മാറാത്തൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഉള്ള കാലത്തോളം ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ട് ചികിത്സ നടത്തുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. ഈ ഉമ്മമാരൊക്കെ സ്വാലിഹീങ്ങളാണ്. നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയവരാ. റബ്ബേ റബ്ബേ, നീ കൊടുത്ത നാവ് കൊണ്ട് നിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ, നഹുവ തുജ്സ ഹസീം തെരീ കസം തെരേ ബാദ് ഹുസ്നിനെ പായാ നഹായേ കഹശം തെരേ ബാദ്. റബ്ബേ, ഞങ്ങൾ കണ്ണുകൊണ്ടാ മുത്ത് നബിയെ കണ്ടിട്ടില്ല, കാണാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ആ മുത്ത് റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ തരണേ അല്ലാ. ആരൊക്കെ ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാവരുടെയും ദുആ വസിയത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ഉസ്താദേ, വാടക വീട്ടിലാണ് വർഷങ്ങളായി കഴിയുന്നു, സ്വന്തമായി വീടില്ല. അല്ലാഹുവേ, ആ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ, അവർക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഉസ്താദേ, ബാങ്കിൽ പലിശ വന്നിട്ട് ഇങ്ങനെ അടക്കാൻ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയാണ് ഉസ്താദേ ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത്, ഉസ്താദ് ഒന്ന് ദുആരക്കണേ എന്ന് പറഞ്ഞ എത്രയോ സഹോദരന്മാരുണ്ട്. റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ. കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ മുത്ത് റസൂല് കടക്കാർക്ക് വേണ്ടി നിസ്കരിക്കൂല എന്ന് പറഞ്ഞ അവസ്ഥ, റബ്ബേ, ഞങ്ങളെ നീ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗം ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. കള്ളിന്റെ കഞ്ചാവിന്റെ പെണ്ണിന്റെ പുറകെ പോകുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ വരുന്നതിനെ തൊട്ടും കാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും മനസ്സിലെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ രാവിലാണ് ഞങ്ങളുള്ളത്. ആ മുത്ത് റസൂൽ ഞങ്ങളുടെ ആ സ്വലാത്ത് നേരിട്ട് കാണുമെന്ന് അല്ലാഹുവേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. റബ്ബേ, ആ മുത്ത് റസൂലിന്റെ നോട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുത്തെ ദുആ ഞങ്ങൾക്ക് തരണേ അല്ലാ. റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഓരോ വീട്ടുകാരും ഓരോ ഉമ്മയും ഉപ്പയും എന്ത് ഹലാലായ മുറാദാണോ മനസ്സിൽ കരുതിയത് അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. അവരുടെയൊക്കെ ജോലികളിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വയസ്സാകുമ്പോ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പ അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു തരുന്ന ഞങ്ങളുടെ ഭാര്യമാർ, അവരുടെ തടിക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലികളിൽ നീ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. റഹ്മാനെ, ഇരിക്കുന്ന സഹോദരന്മാർ ഇവരിൽ പലരും പല ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. റഹ്മാനെ, എല്ലാവരുടെയും കച്ചവടത്തിലും ബിസിനസ്സിലും തൊഴിലിലും നീ എല്ലാവിധ അഭിവൃദ്ധിയും ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് നീ കൊടുക്കണേ അല്ലാ. റഹ്മാനെ, താമസിയാതെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഖൽബ് പൊട്ടിപ്പറഞ്ഞ് റഹ്മാനെ, ആ മുത്ത് റസൂലിനെ സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇതൊന്നും ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, എന്നാലും ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത് ഞങ്ങളുടെ തൗബയാണ് അല്ലാ. ഞങ്ങളുടെ തൗബ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സറിയുന്ന നാഥ, ഞങ്ങളുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരണേ അല്ലാ. റഹ്മാനെ പടച്ചവനെ,
റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഗസയിലെ, ഫലസ്തീനിലെ, അതുപോലെ തന്നെ അസമിലെ ഒരുപാട് സ്ഥലത്ത് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. വയനാട് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തുള്ള മുഅ്മിനീങ്ങൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഖളാ അവരിൽ നീ നടപ്പാക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് റബ്ബേ ഇനിയും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അതുവഴി മുത്ത് ഹബീബിനെ സ്വപ്നം കാണാനും ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. തൗഫീക്ക് തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ സ്വലാത്തിൻ്റെ അദ്കാറിൻ്റെ മജ്ലിസ് ആയിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തആല മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.